പശ്ചിമേഷ്യൻ യുദ്ധവും പാചകവാതക പ്രതിസന്ധിയും ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം തുടരും. അവിശ്വാസ പ്രമേയം തള്ളിയതോടെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്ന് ലോക്സഭാ നടപടികളിൽ പങ്കെടുക്കും. ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെയും പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കും. റഷീദ് ബിൻ മുഹമ്മദ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. റഷീദ്, ഇന്നിപ്പോൾ പാർലമെന്റ് ചേരുമ്പോൾ പശ്ചിമേഷ്യൻ സംഘർഷം, അതിൽ ഇന്ത്യ എടുത്ത നിലപാടുകളൊപ്പം തന്നെ പാചകവാതക ക്ഷാമവും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകും. അപ്പോൾ മറ്റെന്തൊക്കെ വിഷയങ്ങൾ ഇന്ന് പാർലമെന്റിൽ വരും? ഇന്നും സഭ പ്രക്ഷുബ്ധമാക്കാനുള്ള സാഹചര്യങ്ങൾ തന്നെയാണോ? ജിൽസി സൂചിപ്പിച്ചതുപോലെ തന്നെ സഭ ഇന്നും പ്രക്ഷുബ്ധമാകാൻ തന്നെയാണ് സാധ്യത. പ്രത്യേകിച്ചും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ പ്രതിപക്ഷം ഇന്നും പ്രതിഷേധം ഉയർത്തും. LPG സിലിണ്ടറുകളുടെ ലഭ്യതക്കുറവ്, അതോടൊപ്പം തന്നെ ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ സംഘർഷവുമായി ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള ചർച്ച ചെയ്യണമെന്ന ആവശ്യം, അത്തരത്തിൽ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു ശക്തമായിട്ടുള്ള പ്രതിഷേധം തീർക്കാൻ തന്നെയാണ് പ്രതിപക്ഷം ഇപ്പോൾ നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നിരവധി MP-മാർ ഇതിനോടകം തന്നെ ഈ പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യണമെന്ന ആവശ്യപ്പെട്ടുകൊണ്ട് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലും സമാനമായിട്ടുള്ള രീതിയിൽ MP-മാർ നോട്ടീസ് നൽകിയിരുന്നെങ്കിൽ പോലും അത് തള്ളുന്ന സമീപനം സ്പീക്കർമാരുടെ ഭാഗത്ത് നിന്ന് ഇരു സഭകളിലും ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെ കടുത്ത പ്രതിഷേധം MP-മാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്നും സമാനമായിട്ടുള്ള രീതിയിൽ സഭ പ്രക്ഷുബ്ധമാക്കാൻ തന്നെയാണ് തീരുമാനം. പ്രത്യേകിച്ചും ഏകപക്ഷീയമായും ചർച്ചയ്ക്ക് അനുവദിക്കാതെ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇതിന് പിന്നാലെ ഇന്ധന പ്രതിസന്ധി അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. നമുക്കറിയാം, വാണിജ്യ മേഖലയിൽ 30% കുറവുണ്ടാകുമെന്നുള്ളത് ഹർദീപ് സിംഗ് പുരി അടക്കമുള്ള ആളുകൾ പാർലമെന്റിനും വ്യക്തമാക്കിയിരുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ചർച്ചയ്ക്ക് പ്രധാനമായും ഇന്ന് പ്രതിപക്ഷം മുന്നോട്ട് വെക്കും. അത് നിരാകരിക്കുകയാണെങ്കിൽ കടുത്ത പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ MP-മാർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം ഇന്ത്യ-US വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടും റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെയും ഇന്ന് ചർച്ച ചെയ്യണമെന്ന ഒരു ആവശ്യം പ്രതിപക്ഷം മുന്നോട്ട് വെക്കുകയും ചെയ്യും. എന്തായാലും ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ ദിവസം രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ രാഹുൽ ഗാന്ധിക്കെതിരെയും മറ്റു പ്രതിപക്ഷ MP-മാർക്കെതിരെയും ഉയർത്തിയിരുന്നു. അതിലും ഒരു കടുത്ത പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം മറ്റൊന്ന്, ഈ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷം കൊണ്ടുവന്നിട്ടുള്ള അവിശ്വാസ പ്രമേയം ശബ്ദ വോട്ടോടു കൂടി സഭ തള്ളിയിരുന്നു. ഇതിന് പിന്നാലെ ഇന്ന് സഭാ നിയന്ത്രണങ്ങളിൽ ഓം ബിർള തിരിച്ചെത്തുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതൊക്കെയാണ് ഡൽഹിയിൽ നിന്ന് പാർലമെന്റ് സമ്മേളനവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നൽകിയത് റഷീദ് ബിൻ മുഹമ്മദാണ്. ഇടവേളയാണ്, തിരിച്ചത് കൂടുതൽ വാർത്തകൾ.